ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഒരു സ്റ്റഡി വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മോർണിംഗ് സ്റ്റഡി വ്ളോഗ് തന്നെയാണ്. ഇന്ന് ഞാൻ 4 മണിക്ക് എണീറ്റിട്ടുണ്ടായിരുന്നു. 4 മണിക്ക് കുറച്ച് മുന്നേ എണീറ്റ് ജസ്റ്റ് ഫ്രഷായി ഞാൻ പഠിക്കാനിരുന്നു. അപ്പം ഇംഗ്ലീഷ് നോക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇംഗ്ലീഷിൻ്റെ PYQ ആണ് ആദ്യം ഞാൻ നോക്കിയത്. PYQൻ്റെ ഈ ബുക്ക് ഞാൻ ഇതിനകത്ത് 20 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട്, അതായത് ഓരോ എക്സാംസ് ചെയ്തു പോകാറുണ്ട്. ഓരോ പോസ്റ്റിൻ്റെ എക്സാമുകൾ 20 മാർക്കിൻ്റെ വീതം ഇങ്ങനെ കൊടുക്കാറുണ്ട്. അത് ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ആദ്യം അതാണ് ഞാൻ നോക്കിയത്, വിത്ത് എക്സ്പ്ലനേഷൻ. എല്ലാം ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല, ചിലതൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ റിപ്പോർട്ടർ സ്പീച്ച് അതുപോലത്തെ കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇത് നോക്കിയതിന് ശേഷം കിട്ടാത്തത് വേറെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസോ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഈ ബുക്കല്ലാതെ ഇംഗ്ലീഷിനായിട്ട് പ്രത്യേകം ബുക്കില്ല. റാങ്ക് ഫയലിലുള്ളത് നോക്കാറുണ്ട്. പിന്നെ റാങ്ക് ഫയൽ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ എൻ്റെ റാങ്ക് ഫയലൊക്കെ. പിന്നെ യൂട്യൂബ് വീഡിയോസാണ് നോക്കാറ്. അത് തന്നെ മൊത്തം ഞാനൊരു നോട്ട് എഴുതി എടുത്തിട്ടില്ല. യൂട്യൂബ് വീഡിയോസ് നോക്കിയിട്ട് നോട്ട് എഴുതി എടുത്തിട്ടില്ല ഞാൻ. എനിക്ക് കുറച്ചും കൂടെ നോട്ട് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പം ഇത് നോക്കിയതിന് ശേഷം മനസ്സിലാകാത്തത്, എനിക്ക് ഗ്രാമർ പാർട്സാണ് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയത്. വെക്കാബുലറി പിന്നെയും കിട്ടുന്ന പോലെ തോന്നി. ഗ്രാമർ പാർട്സിലിപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് പോലെയുള്ളതൊക്കെ പിന്നെയും കുഴപ്പമില്ല, ചിലതൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് എന്താണെങ്കിലും ഇനി യൂട്യൂബ് ക്ലാസ്സസോ അങ്ങനെ മറ്റും കണ്ട് ഒന്നതൊന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. പിന്നെ വെക്കാബുലറി ആണെങ്കിൽ നമ്മൾ കുറച്ചധികം ഇങ്ങനെ പഠിച്ചെടുക്കേണ്ടതുണ്ട്. അത് നമ്മൾ ഡെയിലി ഒരു 1 hour വെച്ചിട്ട് നമ്മൾ ഇംഗ്ലീഷിന് കൊടുക്കണം. അല്ലെങ്കിൽ അത് ഇംഗ്ലീഷിനും മാത്സിനും മലയാളത്തിനും കൊടുക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമുക്കത് തീരില്ല. നമ്മൾ വീണ്ടും വീണ്ടും പോളിഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഈ 3 സബ്ജക്റ്റ്. കാരണം ഇതിൽ നിന്ന് നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡിഗ്രി പ്രിലിംസൊക്കെ എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ന് കിട്ടുന്ന ഈ 3 മാർക്കിൻ്റെ കൂടെ ബാക്കി കുറച്ച് മാർക്കും കൂടെ കിട്ടിയാൽ തന്നെ നമുക്ക് പ്രിലിംസൊക്കെ വേഗം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു ചിന്തയൊക്കെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3 സബ്ജക്റ്റിന് പിന്നെയും മാത്സാണ് ഞാൻ പുറകോട്ട് നിൽക്കുന്നത്. മാത്സ് എനിക്കിട്ട് അറിയത്തില്ല താനും, പുറകോട്ടാണ് താനും. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതും എനിക്ക് കറക്റ്റായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് പോകാൻ പറ്റുന്നില്ല. പോകണം. എനിക്ക് കുറച്ചധികം വീഡിയോസൊക്കെ കണ്ട് നോട്ട് എഴുതി തീർക്കാനും ഉണ്ട്. അപ്പം ഞാനിപ്പം ഇംഗ്ലീഷിൻ്റെ ഈ ഒരു എക്സാം നോക്കി തീർക്കാമെന്ന് വിചാരിച്ചു. മീൻസ് 20 ക്വസ്റ്റ്യൻസ്. പിന്നെ ഞാൻ മലയാളമാണ് നോക്കിയത്. അപ്പോൾ ഇതിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഒരു അരമണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും മോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പം 4 മണി കറക്റ്റ് എപ്പോഴും അതെ, ഞാൻ എത്ര മണിക്കാണോ എണീക്കുന്നത് അതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അവൾ എണീക്കും. ഇപ്പോൾ 2 ദിവസമായിട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ കുറച്ച് 10 മിനിറ്റ് അവളുടെ കൂടെ ഇരുന്ന് ഫെഡ് ചെയ്ത് ജസ്റ്റ് മോളെ ഉറക്കി. മോൾ പിന്നെ എണീറ്റ് കളിക്കില്ല, അപ്പം തന്നെ ഉറങ്ങിക്കോളും. ഉറങ്ങിയതിന് ശേഷം ഞാൻ പിന്നെയും അത് തന്നെ തീർത്തതിന് ശേഷം മലയാളം ആട്ടോ നോക്കിയത്. മലയാളം പിന്നെ ഞാൻ നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നോട്ട് ഞാൻ ഓൾറെഡി എഴുതി പോകുന്നുണ്ട്. ഏകദേശമൊക്കെ നോട്ട് എഴുതി എത്തിയിട്ടുണ്ട്. കാരണം ഞാനത് ടെലഗ്രാമാണ് ഫോളോ ചെയ്യുന്നത്. ടെലഗ്രാമിലൊരു ചാനലാണ്, ഒരു പോപ്പുലർ ചാനൽ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും. ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചോദിച്ചാൽ മതി, ഞാൻ പറയാം. അപ്പോൾ അത് ഫോളോ ചെയ്ത് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം തന്നെ PYQ ക്വസ്റ്റ്യൻസ് ആണ്, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ്. അപ്പോൾ നമുക്ക് മലയാളത്തിൽ ഇപ്പോൾ മാർക്ക് സ്കോർ ചെയ്യാൻ അതൊക്കെ തന്നെ മതിയാകുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ റാങ്ക് ഫയലും നോക്കാറുണ്ട്. ഇപ്പോൾ മലയാളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കൊന്ന് റാങ്ക് ഫയലും PYQs ഒക്കെ തന്നെയാണ് അവർ കൊടുത്തേക്കുന്നതെന്ന് തോന്നുന്നു. അതൊക്കെ തന്നെ പഠിച്ചാൽ മതി. കാരണം എനിക്ക് ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു എക്സാം എഴുതി അതിന് ഇച്ചിരി മാർക്ക് കിട്ടിയതിനെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ അറിവോടെ സംസാരിക്കാൻ കഴിയില്ലേ. അപ്പോൾ പിന്നെ മലയാളത്തിൻ്റെ കേസ് ഞാൻ പറയുകയാണെങ്കിൽ, മലയാളത്തിന് ഈ നോൺ GK മലയാളത്തിലാണ് എനിക്ക് പിന്നെയും മാർക്ക് കിട്ടി എനിക്ക് കണ്ടിട്ടുള്ളത്. അതും കുറച്ചൊക്കെ ഒരു ആവറേജ് പഠിച്ചിട്ട് പോയാലും ഇനിയും മലയാളത്തിന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മലയാളത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര കോൺഫിഡൻ്റ് അല്ലെങ്കിലും പഠിച്ചാൽ കിട്ടും എന്നൊരു പ്രതീക്ഷയുണ്ട് എനിക്ക്. അന്നേരം മലയാളം ഞാൻ അങ്ങനെ നോട്ട് എഴുതി പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലത്തെ ടു ഡു ലിസ്റ്റിലെ ഇന്ന് രാവിലത്തെ അല്ല, ഇന്നത്തെ ദിവസത്തിൻ്റെ ടു ഡു ലിസ്റ്റിലെ നോൺ GK 2 കഴിഞ്ഞു. മലയാളം ഇംഗ്ലീഷും അങ്ങ് രാവിലെ തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 6 മണി വരെ തന്നെ ഞാൻ ഇന്നും പഠിക്കുന്നുള്ളൂ. മക്കൾക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസമാണ് ഇന്ന്, സാറ്റർഡേ ആണ്. എങ്കിൽ കൂടി പകലിപ്പോൾ എനിക്ക് വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് നോക്കാം. പിന്നെ അവർ മോൾ ഉറങ്ങുന്ന സമയത്തൊക്കെ പറ്റുള്ളൂ. മക്കൾ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. എന്ത് പറഞ്ഞാലും അവർ നമ്മളെ ഓരോ ആവശ്യത്തിന് ഇങ്ങനെ വിളിച്ചുകൊണ്ടും, അല്ല നമ്മൾ പഠിക്കുമ്പോഴാണെങ്കിലും വീട്ടിൽ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ എന്താക്കും, അല്ലെങ്കിൽ അവർ മുറ്റത്തിറങ്ങി നടക്കും. അപ്പോൾ അവരുടെ പുറകെ നടക്കാനൊക്കെ തന്നെ നേരം ഉണ്ടാവുള്ളൂ. എനിക്കറിയാം പകലത്തെ എൻ്റെ അവസ്ഥകൾ, മക്കളില്ലെങ്കിലൊക്കെ.
അപ്പോൾ അത് കണക്കാക്കിയതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ എണീക്കാമെന്നും വിചാരിച്ചു. ഞാനിത് കണ്ടിന്യൂ ചെയ്യാൻ എക്സാം വരെ ഇങ്ങനെ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നത്. എത്രത്തോളം നടക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. ആഗ്രഹമുണ്ട് എന്താണെങ്കിലും. അടുത്ത ദിവസം എണീക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. ഒക്കെ എൻ്റെ സാഹചര്യം പോലെ ഇരിക്കും. അപ്പം ഇന്നിപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. 6 മണി വരെ പഠിച്ചു എണീറ്റു. പിന്നെ രാവിലത്തെ പരിപാടികൾക്കായി ഞാൻ പോയി. പകൽ ടൈമിൽ ബാക്കി സബ്ജക്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി വീഡിയോ ഇടാൻ തോന്നത്തുള്ളൂ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.